അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് ഞാൻ വർക്കിനൊന്നും പോണില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ച് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ്, ഒന്ന് ഫ്രഷ് ആവുകയാണ്. ഇന്നെന്താ വെച്ചാൽ എനിക്ക് മേലെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ വേഗം പോയി പല്ലൊക്കെ തേച്ചൊന്ന് വൃത്തിയാവുകയാണ്. മെയിനായിട്ട് ഞാൻ ഇന്ന് വർക്കിന് പോകാത്ത കാരണം +1 ഒക്കെ തുറക്കാനായില്ലേ. ഇപ്പോൾ ഇനി തിങ്കളാഴ്ച. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും വാങ്ങാനില്ല. എല്ലാവരും എന്നോട് ബാക്ക് ടു സ്കൂൾ എന്തെങ്കിലും വാങ്ങാനുണ്ട്. എനിക്ക് ചെരുപ്പുണ്ട് എൻ്റെ കയ്യിൽ ബാഗുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ബുക്കും സാധനങ്ങളും ബാക്കിയുള്ളതൊക്കെ അല്ല. അതൊക്കെ പിന്നെ ഇങ്ങനെ സ്കൂൾ തുറന്നിട്ട് വാങ്ങാമെന്നുള്ളൊരു ഇതാണ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ്. പിന്നെ യൂണിഫോം ജസ്റ്റ് അടിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചാണ് ഇന്ന് ലീവാക്കിയത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് ഒന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കുറച്ച് നട്ട്സ് എടുത്തു. ഞാൻ അങ്ങനെ വാങ്ങിയതായിരുന്നു. പിന്നെ എൻ്റെ പല്ലിന് കമ്പിട്ടുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റില്ല. കാണിച്ചാൽ ഉറപ്പുള്ളൊന്നും കടിച്ചാൽ ശേഷിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്തിരി പാലെടുത്തതിൽ അടിച്ച് നോക്കാം എന്നുള്ളൊരു ഇതിൽ അടിച്ച് നോക്കുകയാണ്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവാകും. കാണിച്ചാൽ പൊതുവേ എനിക്ക് രാവിലെ നേരം ഈ സമയമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉറക്കത്തിൽ നെയ്ച്ച് മാറ്റുക പോവുക എന്നുള്ളൊരിതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് അടിക്കുകയാണ്. സംഭവം കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അമ്മച്ചി ഇന്നലെ പീനട്ട് ബട്ടറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തേച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളങ്ങോട്ട് ഒതുക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാനിപ്പോൾ ഇനി +1 പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസാണ് വരാറ്. അപ്പം ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും വലിയൊരു ഐഡിയ ഇല്ല. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ചാനൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇടാറ്. അപ്പോൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മളെ ചാനൽ ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിനാണ്. കാണിച്ചാൽ അങ്ങനത്തെ നമ്മളെ ഈ ഒരു പ്രായമുള്ള ആൾക്കാർക്ക്. അപ്പം വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ പോരായ്മകളുണ്ടാവും, അതൊക്കെ കമൻ്റ് ആക്കുക. കാണിച്ചാൽ അത് ഉൾക്കൊള്ളണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ മേൽക്ക് പോയി ചാടിച്ചാണ്ട് ഇവിടെ നന്നാക്കണം എന്നുള്ളൊരിതേ ഉള്ളൂ. പണ്ട് എൻ്റെ സ്റ്റഡി ടേബിൾ ഈ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു 2 ചുമര് ഇതേപോലെ നീലയല്ല, ഇതൊരു തരം ഗ്രേ ആണ്. പക്ഷെ അടിച്ച് വന്നപ്പോൾ ഒരു തരം നീലയാണ്. ഡബിൾ കോട്ടൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ഒരു ഗ്രേക്ക് പോകും, എന്നാലും ഒരു നീല തന്നെയാണ്. അപ്പം അങ്ങനെ അടിച്ചപ്പോൾ പിന്നെ എനിക്ക് വെളിച്ചമില്ലാതായപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു. ഇവിടെ 3 ജനാല വരുന്നുണ്ട്. ആ വെളിച്ചമല്ല, നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഒരു വെളിച്ചം. പിന്നെ എനിക്ക് വൈറ്റ് റൂമാണ് ഇഷ്ടം. ഞങ്ങൾ താഴെ ഇതേപോലെ തന്നെയാണ്, ഗ്രേയും ഒരു വൈറ്റും ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് 1 കോട്ട് അടിച്ചിട്ട് പിന്നേറ്റ് പെയിൻറ്റ് തീർന്നപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ചുമരൊക്കെ കോലക്കേടാണ്. അപ്പോൾ ഈ റൂമിൽ പിന്നെ സ്റ്റഡി ടേബിൾ വെക്കൽ എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റിയത് ഇനി. ബട്ട് എനിക്കിപ്പോൾ ഒരു തോന്നൽ, എനിക്കായിട്ടൊരു റൂം വേണമെന്ന്. ഞാൻ ഉറങ്ങുമൊന്നുമില്ല, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാനിവിടെയാണ് ഉറങ്ങൽ, ഞാൻ ഇവിടെ ഇല്ല ഉറങ്ങൽ, താഴെയാണ്. ഈ മേലത്തെ 2 റൂം ഞങ്ങൾ യൂസ് ചെയ്യാത്തതാണ്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ ഉള്ളതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നു, അല്ലാതെ ഞങ്ങൾ കയറലില്ല ഈ ഭാഗത്തൊക്കെ. അങ്ങനെ പിന്നെ ആ റൂമൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ടേബിൾ അവിടേക്ക് കൊണ്ടുപോയി. ടേബിൾ എൻ്റെ പഴയതാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ്. ഞാൻ ക്രസൻറ്റിൽ പഠിക്കുന്ന സമയത്തുള്ളതാണ്. അപ്പം ആ ടേബിൾ തന്നെ. എനിക്ക് ടേബിൾ ഇതുവരെ മാറ്റണം എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല. ജസ്റ്റ് വൈറ്റ് അടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് പെയിൻറ്റ് വാങ്ങിയിട്ടുമില്ല. അപ്പോൾ പിന്നെ നാളെയൊക്കെ ആയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ടേബിൾ ഒന്നുകൊണ്ട് നീക്കി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ റൂമിൽ കൊണ്ടുപോയി വെക്കണം. ഈ ടേബിളിൻ്റെ മേലെ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചതായിരുന്നു. ഇത് ആക്ച്വലി ഈ ഒരു ആ സൈഡിൽ കാണുന്ന കളറാണ്. പക്ഷേ വാൾപേപ്പർ ഇതേപോലെ ആക്രാന്തം പിടിച്ച് ഒട്ടിച്ചിട്ട് ഒന്നാകെ ചുക്കും ചുളിവൊക്കെയാണ്. അതും മാറ്റി ഒട്ടിക്കണം. സത്യം പറഞ്ഞാൽ മിക്കവാറും ഇയാളുടെ പൈസ എൻ്റെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ആണല്ലോ. എനിക്കെന്താ വെച്ചാൽ ഒരുപാട് വേറെ കുറേ ചിലവുകളുണ്ട്. ഇതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം താൽക്കാലികമായിട്ടൊന്ന് വൃത്തിയാക്കാം എന്നുള്ളൊരിതാണ് മേക്ക് ഓവർ. ഇൻഷാ അള്ളാ കുറച്ച് ഫണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് മേക്ക് ഓവർ സെറ്റ് ചെയ്യാൻ? ഒരു ഡ്രസ്സിൻ്റെ സ്റ്റാൻഡ്, പിന്നെ ഒരു അലമാര, കട്ടിലിപ്പോൾ എങ്ങനെയാലും മാറ്റില്ല. പിന്നെ ഗ്രിഡും അതും ഇതും പെക്ക് ബോർഡും സാധനങ്ങളൊക്കെ ഉണ്ട്. വാങ്ങുമ്പോഴത്തേന് 10,000 രൂപയൊന്നുമല്ല, അതുക്കും മേലെ പോയി. ഒരു സ്റ്റാൻഡിങ് മിററൊക്കെ വാങ്ങുമ്പോഴത്തേന്. അപ്പോൾ അതിനുള്ള ഫണ്ടൊന്നും ആസ് എ സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് എൻ്റെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ സ്റ്റുഡൻസിനാണെന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ. അപ്പം എൻ്റെ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ മേശ ആ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട്, പണ്ട് മറ്റേ സൈഡിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇടാനുള്ള റീസൺ എന്താ വെച്ചാൽ 2 ജനാല വരുന്നുണ്ട്. അപ്പം നല്ല വെളിച്ചം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഈ ഒരു സാധനങ്ങളൊക്കെ പറിക്കുകയാണ് ഗായ്സ്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതൊക്കെ പറിച്ച് നമ്മൾ മറ്റെടുത്ത് പോയി ഒട്ടിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ ഒരു ചുമര് ഗ്രേ ആണ്, ഒരു ചുമര് വൈറ്റുമാണ്. അപ്പം
ഇത് എങ്ങനെ വെക്കണം എന്നില്ല. എനിക്ക് വൈറ്റാണ് ഇഷ്ടം, എനിക്ക് ഗ്രേ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ വൈറ്റിൽ ഒട്ടിക്കാമെന്നും മറ്റു ഭാഗത്ത് ജസ്റ്റ് പോസ്റ്റേഴ്സ് ഒട്ടിക്കാമെന്നും. അങ്ങനെ പിന്നെ ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. നമ്മളെ പോസ്റ്റിലില്ലേ, ഇൻസ്റ്റാഗ്രാമിലല്ല, യൂട്യൂബിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പണ്ടെന്നോ വിട്ടിക്കണം. അടിപൊളി സാധനമാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാണിച്ചാൽ ഒരു റൂം ലുക്കാക്കുക, എസ്തെറ്റിക് ലുക്കാക്കുക എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ പെട്ടെന്നൊരു എന്താ പറയുക ഒരു ചേഞ്ച് വരുത്തുന്ന സാധനമാണ് ഈ വാൾ പോസ്റ്റേഴ്സും. അതേപോലെ ഈ മണി പ്ലാന്റിൻ്റെയും മുന്തിരിൻ്റെ ഗ്രേപ്പിൻ്റെ ഒക്കെ വൈൻസ് ഇല്ലേ, വള്ളികൾ, അത് നല്ല ഉപകാരപ്പെടും. കാണിച്ചാൽ ഒരു റാപ്പിഡ്ലി നമ്മൾ ആ ഒരു ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യും. അപ്പം അതിന് ഞാൻ നിങ്ങൾക്ക് ചെറിയ ചിലവിൽ നിങ്ങളെ സ്റ്റഡി ഏരിയയൊക്കെ നല്ല അടിപൊളിയാക്കണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് വാങ്ങുക, അല്ലെങ്കിൽ കുറച്ചെണ്ണം പ്രിൻ്റ് എടുക്കുക. പിന്നെ ഇതേപോലെ കുറച്ച് ഒരു മണി പ്ലാന്റിൻ്റെ വള്ളി മതി. ഒരു വള്ളി മാത്രമായിട്ട് പുറത്ത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും 50 രൂപയ്ക്കായിട്ട്. അപ്പോൾ ഒരു ഏരിയ പ്രിൻ്റൊക്കെ എടുത്ത് വരുന്ന 100 രൂപ ചിലവുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും. ഇതിലൊന്നും ഇപ്പോൾ ഒരു പൈസ ചിലവില്ല. ആ ഒരു ഗ്രിഡ് അത് വാളിലൊട്ടിച്ച് അതും ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കുറച്ച് മുന്നേയൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് തുലിപ്പ് ഉണ്ടാക്കണം, കോഴിമുട്ടൻ്റെ ഷെല്ല് വെച്ചിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നും കൂടി വിടാം. കാണിച്ചാൽ അതൊരു അടിപൊളി സാധനമാണ്. ഇന്ത്യയത് എന്താ വെച്ചാൽ ഒന്നെന്തോ കാട്ടിക്കൂട്ടി പൊട്ടിയതാണ്. നല്ലപോലെ വെച്ച് അടിപൊളിയാക്കി ഒരു വേസൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് ഒതുക്കി വൃത്തിയാക്കി. പിന്നെ ഞാൻ എൻ്റെ മന്ത്ലി ട്രാക്കറും ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. ഇതിൻ്റെ ഫോട്ടോ ചോദിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ അത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, എൻ്റെ ബാഗ് ഒന്ന് തൂക്കിയിട്ടാലോ. അന്ന് ബാഗ് തൂക്കിയിട്ടപ്പോൾ സെറ്റ് ലുക്കായി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മെയിനൊക്കെ സാധനങ്ങൾ മറ്റേ ചുമരുമൊക്കെ വെച്ചിട്ട് ഈ നേരെ കാണുന്ന ചുമര് ബോറായിട്ട് ലാസ്റ്റ് ഞാനത് അവിടേക്ക് മാറ്റി. അവിടെ ഫാനൊന്നുമില്ല കേട്ടോ റൂമിൽ, അതുകൊണ്ട് പിന്നെ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയുള്ളതുകൊണ്ട് ഞാൻ താഴെയാണ് കിടക്കൽ. അങ്ങനെ പിന്നെ പെരൊക്കെ വൃത്തിയാക്കി നമ്മൾ മാറ്റുകയാണ്. നമുക്ക് പോകാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കൊണ്ടോട്ടി വരെ ഒന്ന് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ നന്നാക്കാൻ കൊടുക്കാനുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബാഗ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആകെ 1 മണിക്കൂറേ ടൈം ഉണ്ടാവുള്ളൂ ഇങ്ങനെ പോയി വരാനുള്ള. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പോകാറാണ് ചെയ്യാറ്, ഓരോന്ന് നേടാൻ വേണ്ടിയിട്ട്, സാധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പോയി ചോറ് അടിപൊളിയായിട്ട്, നല്ല സാമ്പാർ, നല്ല ചിക്കൻ പൊരിച്ചതും. അത് കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങുകയാണ്. ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലിപ് ലൈനർ ഇട്ടാൽ ഒരുമാതിരിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഫീൽ ചെയ്യില്ല. എനിക്ക് ലിപ് ലൈനർ ഇട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചുണ്ടൊന്നാ ഇങ്ങനെ നിൽക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് എന്താ വെച്ചാൽ ആ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഇഷ്ടം. എനിക്കിതൊരുമാതിരി എന്തോ പോലെ ഫീൽ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ തോത്തും ചെയ്യും. പക്ഷേ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്കൊരിതില്ല. പിന്നെ ഷോളൊക്കെ ഇടുകയാണ്. പിന്നെ കുളിച്ച് വന്നുകൊണ്ട് മുടി നല്ല നനവുണ്ട്. അങ്ങനെ ഷോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ പിന്നെ ഒന്നും ആക്കിയില്ല, മുടിയും കെട്ടാൻ നിന്നിട്ടില്ല, ഞാണ്ട് കഴിച്ചിട്ട് പോയി. കാരണം വെച്ചാൽ അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഇറങ്ങണമില്ല, അപ്പോൾ കാറിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറ്റി പോവുകയാണ് ചെയ്തത്. ഞങ്ങളങ്ങനെ കൊണ്ടോട്ടി പോയി. എന്താ വെച്ചാൽ നമ്മളെ ഈ ഈസി കുക്കല്ലേ, ആ ഈസി കുക്കൊക്കെ നന്നാക്കാൻ കൊടുക്കാണ്ട് അങ്ങനെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ പിന്നെ വേഗം പോയി വരികയാണ്. ഞങ്ങൾക്ക് ടൈമിൽ അപ്പോൾ ഷോപ്പ് പോകാണ്ട്. അങ്ങനെ പോരുന്ന വൈക്കൽ ഞാനൊരു ഫാൻസി കയറി. ഞാൻ ലിപ് ബാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത്. എനിക്ക് നിവ്യൻ്റെ ഞാൻ പണ്ട് യൂസ് ചെയ്ത ആ സാധനം വേണം. കാരണം വെച്ചാൽ സ്കൂളൊക്കെ തുറക്കുമ്പം ലിപ്സ്റ്റിക്ക് ഇടാനും വയ്യ, എന്നിട്ട് ടിൻറ്റഡ് ലിപ് ബാമും വേണം. അതുകൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്ത് തന്നെ വാങ്ങാമായിരിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ അതില്ലേ. ഇനി എനിക്ക് കുറേ സാധനത്തിനുണ്ട്. പിന്നെ എനിക്കൊരു പേടിഞ്ഞ് വാങ്ങി മൂഞ്ചു തോന്നുന്നു. അങ്ങനെ ഞാൻ പിന്നെ സൺസ്ക്രീൻ വാങ്ങി. ഏതായാലും വർക്കിനൊക്കെ പോകുന്നുണ്ട്, കോലൊക്കെ കേടാൻ നിൽക്കണേ. അപ്പോൾ അതൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ പണി എടുക്കണമെങ്കിൽ നമ്മൾ കോലും നോക്കണമല്ലോ, ആ ഒരു ഇതിലേക്ക് എത്തിയതാണ്. സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ ഇതിക്ക് മുതലായി. ഞാൻ നിങ്ങളോട് ഇത്രയും കാലം എന്താ പറഞ്ഞത്, എനിക്ക് സൺസ്ക്രീൻ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല, ഞാൻ അതിലൊരു മൂഞ്ചിലാണെന്ന്. ബട്ട് ഈ സാധനം നോക്ക്, ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല. ഇത് ഞാൻ പ്രൊമോഷനൊന്നുമില്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ഞാൻ പറയാണ്. അത്രയ്ക്ക് അടിപൊളി സാധനം. ഞാനൊന്ന് മതിയാർക്ക് യൂസ് ചെയ്തിട്ട് എനിക്കെന്തെങ്കിലും പ്രശ്നം വരികയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടി. എനിക്കിപ്പോൾ അത് യൂസ് ചെയ്തൊരു സത്യമാണ്, നല്ല അടിപൊളി സാധനം. പക്ഷേ ഞാൻ ആ പെട്ടി കണ്ടപ്പോൾ ഈ കുപ്പി കുറച്ച് വലിപ്പം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ തുള്ളി വലിപ്പില്ല, കട്ടില്ലാത്തൊരു കുപ്പിയാണ്. ഇത് 449 റുപ്യയുണ്ട്. മിനിമലിസ്റ്റിൻ്റെ ഇതിനൊന്നും ഇത്ര വിലയില്ല. സംഭവം ഒക്കെ ഉണ്ടേനി അവിടെ. ഞാൻ പിന്നെ ഇത് എടുത്തതാണ്. ഇത് ഞാൻ ChatGPT എനിക്ക് റെക്കമെൻഡ് ചെയ്താണ് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പം. കാരണം വെച്ചാൽ എനിക്ക് നല്ല ഡാർക്കാവും ഫേസ്. സൺസ്ക്രീൻ ഇട്ടാലും ഇട്ടിയില്ലെങ്കിൽ എങ്ങനെയായാലും എൻ്റെ ഫേസ് കുറച്ച് കഴിയുമ്പോൾ ഡാർക്കാവും. പിന്നെ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഓയിലി സ്കിന്നൊക്കെയാണ്. അപ്പം അങ്ങനെ കിട്ടിയതാണ്, അടിപൊളി സാധനമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫേസൊക്കെ കഴിക്കും, മാൽക്ക് പോയി ഒരു ബ്രൗണിയൊക്കെ കഴിച്ച് ഇനി ഒരുപാട് പണിയുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ. എല്ലാവർക്കും ബൈ.